നമ്മളിത് ഇത് കണ്ടല്ലോ, ഇത് നല്ല മുഴുത്ത നാടൻ നെല്ലിക്കയാണ്. അപ്പം ഇതുകൊണ്ട് നമ്മൾ ഇന്ന് ഒരു ജ്യൂസ് തയ്യാറാക്കുവാണ്. അതായത് നെല്ലിക്ക സീസണിൽ സ്ഥിരമായിട്ട് ഞങ്ങളിവിടെ നെല്ലിക്ക മേടിക്കാറുണ്ട്. കാരണം നെല്ലിക്കയിൽ വൈറ്റമിൻ സിയും അയണും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് അത് നമ്മുടെ ഉള്ളിൽ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ വളരെ ഗുണകരമല്ലേ. അത് കാരണം ഞങ്ങൾ ഇതുകൊണ്ട് പിക്കിളുണ്ടാക്കും, നെല്ലിക്ക കറുപ്പിക്കും, കൂടാതെ നെല്ലിക്ക ജ്യൂസ് ഉണ്ടാക്കും. ഇങ്ങനെ പല രീതിയിലും നെല്ലിക്ക കഴിക്കാറുണ്ട്. പിന്നെ ചുമ്മാ കടിച്ച് തിന്നാൻ ചെറുപ്പത്തിൽ സ്കൂളിലെ കാലഘട്ടത്തിലൊക്കെ കടിച്ച് തിന്നാനൊക്കെ ഇഷ്ടമായിരുന്നു. അന്ന് ഈ ചമർപ്പുണ്ടെങ്കിലും കടിച്ചു കഴിഞ്ഞ് വെച്ച് കുറച്ച് വെള്ളം കുടിക്കുമ്പോൾ ഒരു മതിരിപ്പൊക്കെ വന്നുകൊണ്ട് ഇഷ്ടമായിരുന്നു. ഇപ്പം പിന്നെ പ്രായമായപ്പോൾ അതിനോടൊന്നും അത്ര താല്പര്യമില്ല. അപ്പം ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ ശരീരത്തിൽ നമ്മളിത് ചെന്ന് കഴിഞ്ഞാൽ നല്ലതാണല്ലോ. അപ്പം ഇപ്പം വേനൽ സീസൺ ഒക്കെ അല്ലേ, അതുകൊണ്ട് ഉച്ചയാകുമ്പോൾ ഞങ്ങളൊരു ജ്യൂസ് കഴിക്കാമെന്ന് കരുതി അത് തയ്യാറാക്കാൻ നോക്കുക കേട്ടോ. അപ്പം നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ഇതേ ഞാൻ 6 നെല്ലിക്ക എടുത്തായിരുന്ന. അപ്പം ഞാൻ ജസ്റ്റ് 4 കട്ട് ചെയ്ത് വെച്ച്, ഇത് കട്ട് ചെയ്യണ വിധം ചുമ്മാ അത് ഇങ്ങനെ അങ്ങ് ഇങ്ങനെ ചെറുതായിട്ട് ഏത് രീതിയിലും കട്ട് ചെയ്യാം കേട്ടോ. അത് ഇങ്ങനെ അങ്ങ് കായിൽ നിന്ന് അടർത്തിയെടുക്കുക, മാറ്റുക. എന്നിട്ട് പിന്നെ നെല്ലിക്കായിട്ട് നമ്മൾ നെല്ലിക്ക ചമ്മന്തി ഇട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, തേങ്ങ ചേർത്തുള്ള. പിന്നെ നെല്ലിക്ക കറുപ്പിച്ചത്, നെല്ലിക്ക പിക്കിൾ, ഇതെല്ലാം ഉണ്ടല്ലോ. അപ്പം നമ്മൾ ഓരോരോ ഐറ്റം ഇങ്ങനെ കണ്ടുപിടിച്ച് കഴിച്ചുകൊണ്ടിരിക്കണം അല്ലേ. അപ്പം നമുക്ക് ഈ മുഴുത്ത നെല്ലിക്കയാകുമ്പോൾ ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് നീരുണ്ടാവും. പിന്നെ ചമർപ്പ് കുറച്ചൊരു കുറവുമായിരിക്കും. പിന്നെ നമ്മൾ ഇതുകൊണ്ടേയും പണ്ടൊക്കെ നേരത്തെയൊക്കെ ഇങ്ങനെ ശർക്കരയും ചേർത്ത് വൈൻ പോലെ കെട്ടുമായിരുന്നു. അത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ കൂടുതൽ ആരോഗ്യത്തിന് നല്ലതാണ് കൊടുത്തു കഴിഞ്ഞാലേ. അപ്പം അങ്ങനെ നേരത്തെ അത് ചെയ്യാറുണ്ട്. ഇപ്പം കുറച്ച് നാളായിട്ട് വൈൻ കെട്ടൽ അങ്ങനെ ഇല്ലാട്ടോ. നെല്ലിക്കായുടെ വൈൻ കെട്ടൽ ഉണ്ടാക്കുവാണെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ, എങ്ങനെയാണെന്നുള്ളത്. ഞങ്ങൾ ചെയ്യണത് നെല്ലിക്കയുടെ വൈൻ ശർക്കര കൊണ്ടാണ് ചെയ്യാറ്. അപ്പം ഇത്തവണ നമ്മളത് ചെയ്തില്ല. ചെയ്യുവാണെങ്കിൽ നമുക്ക് കാണിക്കാം അല്ലേ. ഇങ്ങനെ ചെറുതായിട്ട് നമ്മളങ്ങ് നുറുക്കുക. എന്നിട്ട് മിക്സിയിൽ ജസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ച് ഞാനൊരു മൂത്ത കാന്താരിമുളക് അല്ലാത്തതുകൊണ്ട് 6 നെല്ലിക്ക ഉണ്ടല്ലോ, 2 കാന്താരിമുളകിൻ്റെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു കുഞ്ഞ് പീസ് ഇഞ്ചിയായിട്ട് എടുത്തിട്ടുള്ളത് ഇതിലിട്ടിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് കയ്യിലെടുത്ത് വേണമെങ്കിൽ കാണിക്കാം. അതും ചെറിയ പീസാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ അരയ്ക്കും കേട്ടോ. ഇതിൻ്റെ കൂടെ മുളകും ഇഞ്ചിയും പിന്നെ ഉപ്പ്, 1 സ്പൂൺ നമ്മൾ തേനും ചേർക്കും. അപ്പം എന്നാന്ന് വെച്ചാൽ ഈ ചമർപ്പും പുളിപ്പും ഒക്കെ ഉള്ളതൊന്ന് ബാലൻസ് ചെയ്ത് കിട്ടാനാട്ടോ. തേനോ പഞ്ചസാരയോ ഏത് വേണമെങ്കിലും ചേർക്കാം. നമ്മളിപ്പോൾ ഇവിടെ ചേർക്കാൻ പോണത് തേനാണ് കേട്ടോ. നെല്ലിക്ക, ഇതിൽ തന്നെ 2 കാന്താരിമുളക് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് ആ കുഞ്ഞ് പീസ് ഇഞ്ചി ഇത്ര ആദ്യം മിക്സിയുടെ ബൗളിലേക്ക് അങ്ങ് ഇടുക. കണ്ടു നിങ്ങൾ കണ്ടല്ലോ അല്ലേ, എല്ലാവരും കണ്ടല്ലോ. ഇനി ഇതിലേക്ക് ഇതിനാവശ്യത്തിന് ഇച്ചിരിയുടെ ഉപ്പ് വേണ്ടി വരും. നമുക്കത് അരച്ച് കഴിഞ്ഞിട്ട് നോക്കാം. കൂടിപ്പോയ പ്രശ്നമല്ലേ. ഉപ്പ് പിന്നെ 1 സ്പൂൺ എടുക്കട്ടെ. ഒരു സ്പൂൺ തേൻ 1 സ്പൂൺ മതി. എന്നാന്ന് വെച്ചാൽ ഇതിന് ശരിക്കും മധുരിപ്പല്ലല്ലോ വേണ്ടത്. ഇതിനാ ചമർപ്പും പുളിയും എരിവും എല്ലാം കൂടെ ചേർത്തൊരു മിക്സല്ലേ മോനെ ഇത് കുടിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യേണ്ടത്. മധുരം അധികം മുമ്പിൽ നിൽക്കണ്ട, അതുകൊണ്ടാണ് ഞാനതെടുത്ത്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. ഇതിൻ്റെ ഒരു കുറച്ച് വെള്ളം 1 കപ്പാണ് എടുത്തത്. അതിലൊരു 1/4 കപ്പ് ഒഴിച്ചേച്ച് ആദ്യം ഇത് ശരിക്കും അരച്ചെടുത്തിട്ട് വേറെ വെള്ളം ചേർത്ത് ജ്യൂസാക്കാം, മിക്സ് ചെയ്യണം. പിന്നെ അത് എടുത്തു കഴിഞ്ഞിട്ടാ പിന്നെ വെള്ളം ചേർക്കണം. അപ്പൊ ഞാൻ അടപ്പെടുത്തൊന്ന് അരക്കട്ടെ കേട്ടോ. അരച്ച മിക്സ് ആണ് കേട്ടോ. അരച്ച മിക്സ് സ്വല്പം വെള്ളം ചേർത്ത് നമ്മൾ അരച്ചില്ലേ. ഇനി ഞാൻ കുറച്ചോടെ നോർമൽ വാട്ടർ ആട്ടോ ഇതാ, അത് ഒഴിച്ചേച്ച് ജസ്റ്റ് ഒന്ന് കറക്കിക്കൊണ്ട് വരാം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അരിച്ചെടുക്കണത്. അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഉപ്പും എരിവും പുളിയും എല്ലാം നോക്കിയിട്ട് നമ്മൾ കുറച്ച് ഐസ് വാട്ടറും കൂടെ ചേർക്കാം. സ്വല്പം ഒഴിച്ച് കുടിക്കാം. ഭയങ്കര ആവശ്യമല്ലേ ചൂട്. ഒന്നോടെ ഒന്ന് അടിച്ചോണ്ട് വരട്ടെ കേട്ടോ. നമ്മൾ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഞാൻ കാണിച്ചല്ലോ വെള്ളം ഒഴിച്ചത്. മിക്സിയിൽ അടിച്ചെടുത്തതാണ്. ഇനി നമുക്ക് അരിക്കാം കേട്ടോ. അരിപ്പയിൽ ഇതങ്ങ് ഇട്ട് വെച്ച് നമുക്ക് ശരിയാക്കി എടുക്കാം. കാണിച്ചു തരാം എങ്ങനെയാണ്. മിക്സ് മുഴുവൻ വേണം. ഇതൊട്ടും നമ്മൾ
ഇതാക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല വൈറ്റമിൻ അല്ലേ നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ. അതെ. ഇത് നമുക്കിത് കണ്ടോട്ടോ. ഇത് ഞാൻ ചെയ്യണം. റെഡിയിൽ ജ്യൂസ് ഓൾറെഡി വീഴും അല്ലേ. കംപ്ലീറ്റ് സത്തെടുക്കണേ. കാണാലോ. ഞാൻ ഈ സ്പൂണിൽ ഒരു സ്പൂൺ തേൻ ഒഴിച്ചായിരുന്നു ജ്യൂസ് അടിക്കാനായിട്ട് എടുത്തത്. അപ്പം ഇത് അടിച്ചു കഴിഞ്ഞ് നോക്കിയപ്പോൾ ഈ നല്ല ഫ്ലഷ് ആയിട്ടുള്ള നെല്ലിക്ക ആയതുകൊണ്ട് അതിനൊരു സ്വല്പം ചമർപ്പ് മുന്നിൽ നിൽക്കും പോലെ തോന്നിയത് കൊണ്ട് ഞാനൊരു 1/4 സ്പൂൺ തേനും കൂടെ ചേർത്ത് ഇതിലേക്ക്. പിന്നെ ഉപ്പ് വലിയ കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് തണുത്ത വെള്ളവും കൂടെ ഒഴിച്ച് വെച്ച് നമുക്ക് ഉപ്പൊന്ന് നോക്കാം എങ്ങനെയാണ്. അപ്പം ഇച്ചിരി ഉപ്പ് മുന്നിൽ പോലെ ഉണ്ട്, കുഴപ്പമില്ല. ചിലപ്പോൾ ഇച്ചിരി വേണ്ടി വരും, നോക്കാം. ഏതായാലും തണുത്ത വെള്ളം ഒഴിക്കാം അല്ലേ. ഒഴിക്കുമ്പോ എന്തായാലും ഉപ്പ് കറക്റ്റ് ആയിക്കോളും. നോക്കാം, അല്ലെങ്കിൽ ചെയ്യാം. പിന്നെ കുറച്ച് തണുത്ത വെള്ളം ഒഴിക്കുവാണേ. കുറച്ച് ഒഴിച്ചു പോരെ? മതി 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 മതി. അത്രയും മതിയോ? അത് മതി. അത് എന്തിനാ അങ്ങനെ വെള്ളം ഒത്തിരി? അത് മതി. തണുപ്പുണ്ട്, വേണമെങ്കിൽ പിന്നെ ഐസ് ക്യൂബ് ഇട്ട് തരാം. ഐസ് ക്യൂബ് വേണ്ടവർക്ക് അത്. ഇനി ഞാനൊന്ന് ഇളക്കി ഉപ്പും പുളിയൊക്കെ നോക്കട്ടെ, എന്നിട്ട് നമുക്ക് ഗ്ലാസ്സിലേക്ക് പകർത്താം. മകള് തന്നെ നോക്കിക്കോ, അതാ നല്ലത്. എങ്ങനെയാ? നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നെല്ലിക്ക പൊതുവെ ഞാൻ അങ്ങനെ കഴിക്കാറില്ല, കാരണം എനിക്ക് അതിന്റെ ചവർപ്പ് അത്ര താല്പര്യം ഇല്ല. പക്ഷെ ഇത് ചമർപ്പില്ല. പക്ഷെ ജ്യൂസ് ആക്കി കഴിയുമ്പോൾ ഇത്രയും ടേസ്റ്റ് ആവുന്ന ഞാൻ വിചാരിച്ചില്ല കേട്ടോ. മധുര ഉപ്പ് ഒന്നും വേണ്ടല്ലോ. ഒന്നും വേണ്ട, എല്ലാം നല്ല കറക്റ്റ് ആണ്. അപ്പൊ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മധുരം ആഡ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ കുറയ്ക്കാവുന്നതാണ്. ഞങ്ങളുടെ ഒരു ടേസ്റ്റ് അനുസരിച്ചിട്ട് 2 സ്പൂൺ തേനാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. ഇപ്പൊ എല്ലാം നല്ല കറക്റ്റ് മിക്സ് ആയിട്ടുണ്ട്, നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് കുടിക്കാം. ഇനി ഞങ്ങളിപ്പോ ഐസ് ക്യൂബ് ഇടുന്നില്ല, കാരണം തണുത്ത വെള്ളം ഓൾറെഡി ചേർത്താം. അതെ. അപ്പൊ ഞങ്ങൾക്ക് ഇത് മതി. ഐസ് ക്യൂബ് വേണോന്നുള്ളവർക്ക് ചേർക്കാം. അപ്പൊ നമുക്ക് ഗ്ലാസ്സിൽ കൊണ്ട് ഒഴിക്കാം. ഒഴിക്കട്ടെ. ഒഴിച്ചോ. കൊച്ചുകൾ പകുതിയുള്ളൂ. പകുതി കഷ്ടിയല്ലേ? അതെ, കുഴപ്പമില്ല, ഞാൻ കുടിച്ചോളാം. അല്ല, ഡൈല്യൂട്ട് ചെയ്ത് എടുക്കണമെങ്കിൽ ഡൈല്യൂട്ട് ചെയ്ത് എടുക്കേണ്ടവർക്ക് എടുക്കാം. പക്ഷേ ഈ മിക്സ് ആയിരിക്കും പാകം. വെള്ളം ചേർത്ത്. ഇതാണ് അതിന്റെ കറക്റ്റ് രുചി. 1.5 ഗ്ലാസ്സേ ഉള്ളൂ. 6 മുഴുത്ത നെല്ലിക്ക എടുത്തതാണ് ഞങ്ങൾ. അന്നേരം അതനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. നല്ലൊരു വെറൈറ്റി ജ്യൂസ് തന്നെയാണ് കേട്ടോ. ഇപ്പം എന്നെ പോലെ നെല്ലിക്ക പച്ചക്കൊക്കെ കഴിക്കാനായിട്ട് ഇഷ്ടക്കുറവുള്ളവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ജ്യൂസ് തന്നെയാണ്. കാരണം ഞാനൊന്നും നെല്ലിക്ക പച്ചയ്ക്ക് ഒട്ടും കഴിക്കില്ല, കാരണം എനിക്കതിൻ്റെ ആ ചവർപ്പൊന്നും ഒട്ടും തന്നെ അങ്ങനെ താല്പര്യമില്ല. പക്ഷേ ഈ ജ്യൂസായിട്ട് കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നെല്ലിക്ക കൊണ്ടിട്ടുള്ള ഒരുപാട് വെറൈറ്റി ഡിഷസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ നെല്ലിക്ക കറുപ്പിച്ചത്, നെല്ലിക്ക പിക്കിള്, നെല്ലിക്ക ചമ്മന്തി, ഇതെല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിഷസ് ആണ്. എല്ലാത്തിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എന്തായാലും താഴെ കമൻസ് അറിയിക്കാൻ ഉറപ്പായിട്ടും മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻസ് ഒക്കെ അറിയിക്കുക. അപ്പോൾ ചാനൽ പിന്നെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസിൻ്റെ പേഴ്സണൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി മറ്റൊരു ബ്യൂട്ടിഫുൾ വീഡിയോയിൽ കൂടി നമുക്ക് വീണ്ടും ഉടനെ തന്നെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, സീ യു.